ഒരു റമദാൻ മാസം നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുമ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വിധിവിലക്കുകളും ചിലതൊക്കെ ഒന്നുകൂടെ ആവർത്തിക്കാനും ഓർമ്മപ്പെടുത്താനും ഒക്കെ ഉണ്ടാകും. അതിൽ പ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കൂട്ടത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകമായി പറയുന്ന ഒരു മേഖലയാണ് നോറ്റുവീട്ടാനുള്ള നോമ്പുകളുടെ കാര്യത്തിൽ റമദാനിന്റെ മുമ്പ് നല്ല ജാഗ്രത കാണിക്കണം എന്ന്. ഇല്ലെങ്കിൽ അത് ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നീട് അടുത്ത വർഷത്തെയും കൂടി 2 വർഷത്തേക്ക് നോമ്പ് വരുമ്പോൾ ഭാരമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ വർഷത്തെയും നോമ്പുകൾ അതാത് വർഷങ്ങൾക്കുള്ളിൽ പരമാവധി നോറ്റുവീട്ടാൻ ശ്രമിക്കണമെന്നുള്ള സൂചനകൾ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 184-ാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും രോഗം ബാധിക്കുകയോ ഔ അലാ സഫരിൻ നിങ്ങൾ ആരെങ്കിലും യാത്രയിലാവുകയോ ചെയ്താൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ മറ്റു ദിവസങ്ങളിൽ അവർ ആ എണ്ണം പൂർത്തിയാക്കണം. റമദാൻ കഴിഞ്ഞിട്ട് നോറ്റ് വീട്ടണം. എന്നിട്ട് പറഞ്ഞ മറ്റൊരു വാക്കുണ്ട് വഅലല്ലദീന യുതീഖൂനഹു അതിനാർക്കെങ്കിലും പ്രയാസമായി മാറുകയും അല്ലെങ്കിൽ ഞെരുങ്ങിക്കൊണ്ട് കഷ്ടപ്പെട്ട് മാത്രമേ നോറ്റുവീട്ടാൻ കഴിയുള്ളൂ, ഒരു നിലക്കും അത് നല്ലപോലെ നോറ്റുവീട്ടാൻ കഴിയാതെ പോകുന്ന ആളുകളാണെങ്കിൽ പിന്നെ അവരെ നോമ്പിനെ നിങ്ങൾ കഷ്ടപ്പെടുത്തരുത്. ഇസ്ലാം എളുപ്പമാണ്, ലളിതമാണ്. പിന്നെ എന്താണ് നിങ്ങൾ അവർക്ക് ചെയ്യേണ്ടത്? ഫിദിയത്തുൻ തുആമു മിസ്കീനിൻ ഒരു മിസ്കീനിന് ഫിദിയത്തുൻ തുആമുൻ മിസ്കീനിൻ ഒരു മിസ്കീനിന് ഫിദിയ കൊടുക്കുക, സാധുവിന് ഭക്ഷണം കൊടുത്തിട്ട് ആ നോമ്പിന്റെ പ്രതിക്രിയ ചെയ്യുക എന്ന പ്രായശ്ചിത്തം കൊടുക്കുക എന്നാ പറയാ. ആ പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ച കിതാബുകളിലൊക്കെ ഇമാം ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ, അദ്ദേഹം ഇന്നും സൗദി അറേബ്യയിലെ ജീവിച്ചിരിപ്പുള്ള പണ്ഡിതനാണ്. ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി ഇപ്പോൾ നിലവിൽ ഈ വർഷത്തെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ളത് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വയസ്സായ ആള്, വാർദ്ധക്യമുള്ള ആൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും, ഉമ്മയായോ വാപ്പയായോ വെള്ളിമ്മയായിട്ടൊക്കെ ഉണ്ടാവും. പ്രായം ചെന്ന് വൃദ്ധരായ ഒരാള് നോമ്പെടുക്കണോന്ന് ചോദിച്ചാൽ അയാൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെയാണ് നോമ്പിന്റെ വിധി. നോമ്പെടുക്കാൻ കഴിയോ? അയാൾ നോമ്പെടുക്കണം. പിന്നെ എപ്പോഴാണ് ഫിദിയനെ പറ്റി ആലോചിക്കേണ്ടി വന്നത്? അയാൾക്ക് നോമ്പ് എടുക്കാൻ പറ്റാത്ത വാർദ്ധക്യാണെങ്കിൽ, നോമ്പെടുക്കാൻ അയാൾക്ക് മുന്നോട്ട് പട്ടിണി കടന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ അവർക്ക് ആ റമദാനിൽ നോമ്പ് നോൽക്കൽ പിന്നീട് നിർബന്ധമല്ല എന്നും അവർ ഫിദിയയായി ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കലാണ്, പ്രായശ്ചിത്തം കൊടുക്കലാണ് വേണ്ടത് എന്നുമൊക്കെ അദ്ദേഹത്തിന്റെ ഫത്വയിൽ കൊടുത്തായി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അത് പ്രായം ചെന്ന വൃദ്ധനാണെങ്കിലും കിഴവിയാണെങ്കിലും ആരാണെങ്കിലും ആ ഭാഗത്ത് അത് പെടും എന്നും, നോറ്റു വീട്ടണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് അയാൾക്ക് നോറ്റു വീട്ടാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അയാൾ നോമ്പ് റമദാനിൽ നോൽക്കാഞ്ഞത്. അയാളുടെ പ്രയാസം വാർദ്ധക്യം മാറിയിട്ട് നല്ലൊരു ആരോഗ്യം തിരിച്ചു വരുന്ന ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് നോറ്റു വീട്ടാൻ കഴിയാതെ വരിക എന്ന് ഉറപ്പുള്ള സാഹചര്യമാണെങ്കിൽ ദണ്ഡം കൊടുക്കുക എന്നതിന് പറയാം. ഫിദിയ കൊടുക്കുക എന്നുള്ളതിന്റെ മലയാളം ദണ്ഡം കൊടുക്കുക എന്ന് പറയാം. ഫിദിയ കൊടുക്കലാണെന്ന് പറഞ്ഞത്. ആ വിഷയം കൊടുക്കുന്ന ആളുകളോട് പോലും മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് ഏറ്റവും ഉന്നതമായ ഭക്ഷണം കൊടുക്കുക, ഏറ്റവും കുറഞ്ഞ ഭക്ഷണം കൊടുക്കില്ല. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് പോലും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം കൊടുക്കുക എന്നതാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് ഭക്ഷിക്കാൻ, ഒരാളുടെ വയറ് നിറയാൻ വേണ്ടുന്ന അളവ് എത്രയാണോ ആ അളവ് ഒരു നേരത്തെ ഒരാളുടെ വിശപ്പ് മാറാനുള്ള ഭക്ഷണം, അത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. അപ്പൊ കൊടുക്കുന്ന സാധുവിന് ആ വയറ് നിറയാൻ മാത്രമുള്ള ഒരു നേരത്തെ ഭക്ഷണമാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. മറ്റൊന്ന്, ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിനും പിന്നീട് നബി തങ്ങളുടെ കാലശേഷം ഒരുപാട് ജീവിച്ചു, പ്രായം ഒരുപാട് ചെന്നു. പ്രായം കൊണ്ട് നോമ്പ് നോൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. 1-2 റമദാനുകൾ അദ്ദേഹത്തിന് നോമ്പ് നോൽക്കാൻ പറ്റാത്തൊരു ഘട്ടം വന്നു വാർദ്ധക്യത്തിന്റെ അവസാനത്തിൽ.
അവസാനം സാധുക്കൾക്ക് ആ നാട്ടിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തുള്ള സാധുക്കളെ തെരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് മാംസവും റൊട്ടിയും ഭക്ഷിക്കാൻ കൊടുത്തിരുന്നതായി സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് സ്വഹാബിമാർക്കിടയിലും അവർ നടപ്പിലാക്കിയിരുന്ന കാര്യമാണ് എന്നർത്ഥം. അതല്ലാത്ത ഭക്ഷണം അവിടെ ഉണ്ടല്ലോ, അതിൽ ഉള്ളതിൽ മുന്തിയതും നല്ലതും തെരഞ്ഞു കൊടുക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് അർത്ഥം. പിന്നീട് ചില ഉലമാക്കന്മാർ പറഞ്ഞു അതിന്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ദരിദ്രരായ സാധുക്കളായ ആളുകൾക്ക് അങ്ങോട്ടേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു സൽക്കാരം പോലെ ഒരു ഭക്ഷണ സദ്യ ഉണ്ടാക്കി വെച്ചിട്ട് അതിലേക്ക് സാധുക്കളായ ആളുകളെ 30 ദരിദ്രരായ ആളുകളെ അവർക്ക് എന്ത് ചെയ്യുക, ഭക്ഷണം നമ്മുടെ വീട്ടിൽ വിളമ്പി കൊടുക്കുക. അല്ലെങ്കിൽ 30 സാധുക്കളായ ആളുകളുടെ വീടുകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുക. നമ്മൾ വെറും ഒരു അരി കൊടുത്താൽ അയാൾക്ക് അതുകൊണ്ട് എല്ലാം കഴിക്കാൻ കഴിയില്ല. അപ്പൊ ആ ഒരു അരിയോടൊപ്പം തന്നെ അതിലേക്ക് ആവശ്യമായ മറ്റെല്ലാ സംഭവങ്ങളും കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഏറ്റവും സൗകര്യമാണ് പാർസലായിട്ട് ഭക്ഷണം മേടിക്കുക, കൊണ്ടു കൊടുക്കുക. പക്ഷെ ഒരു കാര്യം കൂടി ഉലമാക്കന്മാർ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഓരോ നാട്ടിലെയും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് കൊടുക്കേണ്ടത്. ആ കൊടുക്കുന്ന വ്യക്തി അയാൾക്ക് സാമ്പത്തികമായി അത് കൊടുക്കാനും പറ്റാത്ത ആളാണെങ്കിൽ അയാൾ അതും കൊടുക്കേണ്ടതില്ല. അത്ര വരെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് നോമ്പെടുക്കാൻ വയ്യാത്ത അയാൾക്ക് സാധു ആ മനുഷ്യന് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയും ഇല്ലാത്തവനാണെങ്കിൽ അയാൾ അതും കൊടുക്കേണ്ടതില്ല. അയാളുടെ നോമ്പ് അതിന് പരിഹാരം, അല്ലെങ്കിൽ അത് അല്ലാഹു തആലയിൽ നിന്ന് ഇളവ് കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. മഹാനായ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല ഈ വിഷയത്തിൽ പറഞ്ഞ വാക്ക് കാണാൻ സാധിക്കും. ഇത് ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, വ്യക്തിക്ക് അതിന്റെ സംഖ്യ കൊടുക്കരുത് എന്നാണ്. ഇപ്പൊ നമ്മള് ഒരു സാധുവിന് ഭക്ഷണം കഴിക്കാൻ ഒരു പൈസ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടാകാൻ പാടില്ല. ഒരു ഭക്ഷണത്തിന്റെ ഉദാഹരണത്തിന് നമ്മൾ ചില എത്തീംഖാനകളിൽ അതല്ലെങ്കിൽ സാധുക്കൾ താമസിക്കുന്ന പല ഇടങ്ങളൊക്കെ ഉണ്ടാകും, ആശ്രയ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത് ഭക്ഷണമാണ്. ആ ഭക്ഷണം അവർക്ക് വിളമ്പി കൊടുക്കുന്നു, അതിന്റെ പൈസ എത്രയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി അടക്കുന്നു. അപ്പൊ എന്തായാലും ചെയ്യണമല്ലോ, നമ്മൾ സാധനം മേടിക്കുമ്പോഴും വേണമല്ലോ. ഡയറക്റ്റ് നമ്മുടെ സാധുവിന്റെ കയ്യിലേക്ക് പണം കൊടുക്കുന്നത് നല്ലതല്ല എന്ന രൂപത്തിൽ ഷെയ്ഖ് ഹുസൈമി റഹിമഹുല്ലാഹി വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഫിദിയ കൊടുക്കുക, നോമ്പിന്റെ കാര്യങ്ങൾ കടം വീട്ടുക എന്നതൊക്കെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നും, ഒരു മനുഷ്യൻ അയാൾ മരിച്ചാൽ അയാളുടെ കടങ്ങൾ വീട്ടണമെന്നും, ആ കടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടം അള്ളാഹുവുമായുള്ള കടമാണെന്നും, അയാളുടെ സക്കാത്ത്, അയാളുടെ നോമ്പ്, അയാളുടെ ഹജ്ജ്, അതൊക്കെ എത്രയും പെട്ടെന്ന് വീട്ടണം എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ മരിച്ചാലും തീരാത്ത കടാണെന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഈ റമദാനിലെ പൂർണ്ണമായ നോമ്പുകൾ നോറ്റ് അനുഗ്രഹീതരാവാൻ പടച്ച റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ.